കല്യാണം കഴിഞ്ഞു പോയതാണ്. 2 വർഷം കണ്ടു വന്നപ്പോ ടാങ്കൻ നെടുവയും പശുമിഠായി ഇതുമൊക്കെ ആയിട്ട് മോളെ കാണാൻ പോയി ഭർത്താവിന്റെ വീട്ടില്. അവിടെ ചെന്ന് മോള് വാപ്പാനെ കാത്തിരിക്കുകയാണ്. സ്വീകരിച്ചു. മോളെ എങ്ങനെയുണ്ട് മോളെ? അൽഹംദുലില്ലാ സുഖമാണ് ഉപ്പ. അവള് വാപ്പായോട് ഒന്നും പറയില്ല. അവളുടെ ഹൃദയത്തിന്റെ സങ്കടം മുഴുവന് ഹൃദയത്തിൽ ഒളിപ്പിച്ചു വെച്ച് എങ്ങനെയാണ് എന്റെ സങ്കടം വാപ്പായോട് പറയാ? എന്നെ കെട്ടിക്കാൻ വേണ്ടി എടുത്ത കടം പോലും തീർന്നിട്ടില്ല. അത് തീർക്കാൻ വേണ്ടി ആ വാപ്പ ലീവ് തീരുന്നതിന് മുമ്പ് ഗൾഫിൽ പോയത്. ആ വാപ്പയോട് എന്നെ കെട്ടിച്ചു വിട്ടതിന്റെ കടം തീർക്കാൻ വയസ്സ് 50 കഴിഞ്ഞിട്ടും ഗൾഫിൽ വെക്കണ വാപ്പായോട് ഇനി ഞാൻ എന്റെ ദുഃഖം പറഞ്ഞ് എങ്ങനെയാ കഷ്ടപ്പെടുത്തുക? ആ പൊന്നുമോളൊന്നും പറയില്ല. എന്ത് ദുഃഖം ഉണ്ടെങ്കിലും കൽബിൽ ഇങ്ങനെ വെച്ചേക്കും. ഭക്ഷണമൊക്കെ വിളമ്പിത്തന്ന് മോളോട് വർത്താനമൊക്കെ പറഞ്ഞ് ഇറങ്ങാൻ നേരത്തെ അവള് വാതിൽപ്പടി വന്ന് നിൽക്കും. എന്നാ കുട്ടി ഉപ്പ പോട്ടെ, ശരി ഉപ്പ. ഉപ്പാന്റെ കുട്ടിക്ക് സന്തോഷമല്ലേ? അതേ ഉപ്പ. അവളുടെ ചുണ്ട് വിതുമ്പും കണ്ണ് നിറയുമെന്ന് ഉറപ്പാകുമ്പോ ആ കിടക്കണ ഷാളെടുത്ത് അവള് വെറുതെ ഇങ്ങനെ വെക്കും. എന്തേ മോളെ? അടുപ്പിലെ പുക അടിച്ചിട്ട് കണ്ണ് നിറയണ ഉപ്പ. എന്നാലും അവള് പറയൂല എന്റെ ഉപ്പാന്റെ കുട്ടിയുടെ കണ്ണ് നിറയണത് അത് പുകയടിച്ചിട്ടാണ് ഉപ്പ. മിക്കവാറും എല്ലാ പെണ്ണുങ്ങൾക്ക് സങ്കടം മറയ്ക്കാനുള്ള ഏറ്റവും നല്ല ഒറ്റമൂലി ഈ കിടക്കണ തട്ടമാണ്. ആ തട്ടത്തിനോട് ചോദിച്ചാൽ ഒത്തിരി കണ്ണീരിന്റെ കഥ പറയും. ഈ പെണ്ണുങ്ങളുടെ തലയിലെ തട്ടമില്ലേ, ആ തട്ടത്തിന് ഒത്തിരി കണ്ണീരിന്റെ കഥ പറയാനുണ്ടാവും.